നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് 2026 സെപ്റ്റംബർ മാസം വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മാസമാണ്. പ്രത്യേകിച്ച് ഈ മാസം നിങ്ങളുടെ ഭാഗ്യം, ജോലി, സാമ്പത്തിക സ്ഥിതി, ബന്ധങ്ങൾ, വിജയസാധ്യതകൾ എന്നിവയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരേ സമയം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ബലം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അതോടൊപ്പം ബുധൻ്റെ സ്ഥാനം ചില കാര്യങ്ങളിൽ ആദ്യം ആശയക്കുഴപ്പം ഉണ്ടാക്കിയാലും പിന്നീട് അതുതന്നെ നിങ്ങൾക്ക് നേട്ടമായി മാറുന്ന സാഹചര്യമുണ്ട്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വയും വ്യാഴവും ചേരുന്നതോടെ ചില കാര്യങ്ങളിൽ വേഗത്തിലുള്ള മുന്നേറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇത് പൊതുവായ ഫലങ്ങളാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ലഭിക്കാൻ പോകുന്ന ചില പ്രധാന ഗുണഫലങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ആദ്യം ഈ മാസത്തിലെ പ്രധാന ഗ്രഹനില നോക്കാം. തുലാം രാശിക്ക് ശുക്രൻ 1-ാം ഭാവത്തിൽ വരുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ശുക്രൻ തുലാം രാശിയുടെ അധിപൻ തന്നെയാണ്. അതുകൊണ്ട് ശുക്രൻ്റെ ശക്തമായ സ്ഥാനം വ്യക്തിത്വം, ആശയവിനിമയം, ആകർഷണീയത, ബന്ധങ്ങൾ, സൗകര്യങ്ങൾ എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. മറ്റൊരു പ്രധാന കാര്യം, വ്യാഴം 10-ാം ഭാവത്തിൽ ശക്തമായി നിൽക്കുന്നു. ഇത് പ്രധാനമായും തൊഴിൽ, കരിയർ, ഉത്തരവാദിത്തങ്ങൾ, സമൂഹത്തിലെ സ്ഥാനം, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്ന സമയമായി കാണാം. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ തുലാം രാശിക്കാർക്ക് കരിയർ മേഖലയിൽ ഒരു പ്രധാന മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ശുക്രൻ 1-ാം ഭാവത്തിൽ വരുന്നത് തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സൂചനയാണ്. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കൂടുതൽ ആകർഷണം ഉണ്ടാകും. മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കും. സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കഴിവുകളെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. പുതിയ ആളുകളുമായി പരിചയപ്പെടാനും പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാനും അവസരം ലഭിക്കും. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഉള്ള അവസരം ലഭിക്കും. വിവാഹം നോക്കുന്നവർക്ക് ബന്ധങ്ങൾ വരാനും നിലവിലുള്ള ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുമുള്ള സമയമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. വ്യാഴം 10-ാം ഭാവത്തിൽ ശക്തമായി നിൽക്കുന്നത് തുലാം രാശിക്കാർക്ക് കരിയർ മേഖലയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാം. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാം. നാളുകളായി കാത്തിരുന്ന ഒരു അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തേടാൻ ഈ മാസം നല്ല സമയമായിരിക്കും. പ്രൊമോഷൻ, പുതിയ റെസ്പോൺസിബിലിറ്റി, അധികാരമുള്ള പൊസിഷൻ, പുതിയ പ്രോജക്റ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം പ്രധാനപ്പെട്ടതാണ്. പുതിയ ക്ലയൻറ്റ്സ്, പുതിയ കോണ്ടാക്ട്സ്, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്നിവ ലഭിക്കാം. മുൻപ് ശ്രമിച്ചിട്ട് നടക്കാതെ പോയ ചില കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. ശുക്രൻ്റെ അനുകൂലതയും വ്യാഴത്തിൻ്റെ ശക്തിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിലെ പല മേഖലകളിലും ബാലൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കരിയറിൽ പുരോഗതി വരുമ്പോൾ സാമ്പത്തിക സ്ഥിതിയിലും മെച്ചമുണ്ടാകാം. ബന്ധങ്ങളിൽ സന്തോഷം വർദ്ധിക്കാം. കുടുംബത്തിൽ നല്ല വാർത്തകൾ കേൾക്കാം. വീടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി മുന്നോട്ട് പോകാം. വാഹനം, വീട്, സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സാധ്യതയും കാണാം. അതായത് ഒരു മേഖലയിൽ മാത്രം നേട്ടമല്ല, പല മേഖലകളിലും ഒരേ സമയം പുരോഗതി അനുഭവപ്പെടുന്ന മാസം എന്ന രീതിയിൽ സെപ്റ്റംബർ മാസത്തെ കാണാം. 12-ാം ഭാവത്തിലെ ബുധൻ ചിലപ്പോൾ ചിലവുകളും മാനസിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നതായി തോന്നാം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിപരീത രാജയോഗത്തിൻ്റെ സാധ്യതയാണ്. അതുകൊണ്ട് ആദ്യം തടസ്സം പോലെ തോന്നിയ ചില കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അനുകൂലമായി മാറാം. നഷ്ടമെന്ന് കരുതിയ ഒരു കാര്യം പിന്നീട് നേട്ടമായി മാറാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദൂരയാത്ര, വിദേശ ജോലി, ഓൺലൈൻ വർക്ക് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കാം. വിദ്യാർത്ഥികൾക്കും ബുധൻ്റെ നല്ല സ്വാധീനം ലഭിക്കും. പഠനത്തിൽ കോൺസെൻട്രേഷൻ വർദ്ധിച്ച് പരിശ്രമിച്ചാൽ നല്ല ഫലം നേടാൻ കഴിയും. തുലാം രാശിക്കാർക്ക് ശനിയുടെ സ്വാധീനം ഈ മാസവും ശ്രദ്ധിക്കേണ്ടതാണ്. ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ ഡിലേ ഉണ്ടാകാം. പക്ഷേ അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. കാരണം ഈ സ്ഥാനം നിങ്ങൾക്ക് ക്ഷമയും സ്ഥിരതയും പഠിപ്പിക്കുന്ന സമയമാണ്. നിങ്ങൾ ഏറെക്കാലമായി പരിശ്രമിക്കുന്ന ഒരു കാര്യത്തിലുടൻ ഫലം കിട്ടാത്തതുകൊണ്ട് ശ്രമം ഉപേക്ഷിക്കരുത്. വൈകിയാലും വിജയം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു തീയതി സെപ്റ്റംബർ 18. സെപ്റ്റംബർ 18-ന് ശേഷം ചൊവ്വയും വ്യാഴവും തമ്മിലുള്ള സംയോജനം ഉണ്ടാകുന്നു. ഇത് തുലാം രാശിക്കാർക്ക് ചില കാര്യങ്ങളിൽ കൂടുതൽ
വേഗത നൽകുന്ന സമയമായി കാണാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തീരുമാനമെടുക്കാൻ മടിച്ചിരുന്നവർക്ക് രണ്ടാം പകുതിയിൽ കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് എക്സ്പാൻഷൻ സംബന്ധിച്ച ചിന്തകൾ വരാം. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആവേശത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ട് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മുന്നോട്ട് പോകുക. മാസത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അനുകൂലതയാണ് ബുധാദിത്യ യോഗം. ബുധനും സൂര്യനും ചേരുമ്പോൾ ബുദ്ധിശക്തി, കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, സംസാരശേഷി എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ക്ലയൻസിനോട് സംസാരിച്ച് കാര്യങ്ങൾ നേടാനുള്ള കഴിവ് വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും സഹായകരമായ സമയമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് വില ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ സംസാരിക്കുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. സെപ്റ്റംബർ മാസത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാം. ജോലിയിലൂടെ അധിക വരുമാനം ലഭിക്കാം. ബിസിനസ്സിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരാം. നാളുകളായി കിട്ടാനുള്ള പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ബുധൻ്റെ 12ാം ഭാവത്തിലെ സ്ഥാനം കാരണം ചിലവുകളും ഉണ്ടാകാം. അതുകൊണ്ട് വരുമാനം വർദ്ധിക്കുന്നു എന്ന് കരുതി അവർ അനാവശ്യമായിട്ട് ചിലവാക്കാതിരിക്കുക. കുടുംബജീവിതത്തിൽ പൊതുവെ നല്ല അന്തരീക്ഷം ഉണ്ടാകാം. ശുക്രൻ്റെ ശക്തി കാരണം ബന്ധങ്ങളിൽ സ്നേഹവും അടുപ്പവും വർദ്ധിക്കും. വിവാഹിതർക്ക് പങ്കാളിയുമായി കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രണയബന്ധത്തിലുള്ളവർക്ക് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടി വന്നാൽ രണ്ടുപേരും ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കുക. ആരോഗ്യത്തിൽ വലിയ ആശങ്ക വേണ്ടെങ്കിലും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കേതു 11ാം ഭാവത്തിൽ ഉള്ളതിനാൽ ഇടയ്ക്കിടെ ചെറിയ ക്ഷീണം, ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അത് അവഗണിക്കാതെ ശരിയായി വിശ്രമം നൽകുക. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. ഇനി അവസാനമായി രാഹുവിൻ്റെ സ്വാധീനം. രാഹു 5ാം ഭാവത്തിൽ ഉള്ളതിനാൽ ചില കാര്യങ്ങളിൽ ഓവർ തിങ്കിങ് ഉണ്ടാകാം. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ മൊത്തത്തിലുള്ള ഫലം: കരിയറിൽ മുന്നേറ്റം, സാമ്പത്തികമായ വളർച്ചയ്ക്കുള്ള അവസരം, ബന്ധങ്ങളിൽ സന്തോഷം, പുതിയ അവസരങ്ങൾ, മുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി, വൈകിയാലും വിജയം. പ്രത്യേകിച്ച് സെപ്റ്റംബർ 18-ന് ശേഷമുള്ള കാലഘട്ടം വളരെ ശ്രദ്ധേയമാണ്. ശുക്രൻ്റെ അനുകൂലതയും വ്യാഴത്തിൻ്റെ ശക്തിയും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമാകാം. പക്ഷേ രാഹുവും കേതുവും നൽകുന്ന ചെറിയ ആശയക്കുഴപ്പങ്ങളും ശനിയുടെ വൈകിപ്പിക്കലും കാരണം ക്ഷമ നഷ്ടപ്പെടുത്തരുത്. ഈ മാസം തുലാം രാശിക്കാരുടെ വിജയമന്ത്രം: തിടുക്കപ്പെടാതെ അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹസ്ഥാനങ്ങൾ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.